കഴിക്കാൻ വല്ലതും എടുത്താ കൊള്ളാം. കുറെ നേരം വിശക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയേ. ആ കൈ കഴിയുന്നു. വിശക്കുന്നുണ്ടോ? എടുക്കാട്ടാ. കഴിക്കരുതേ തമാശ. തക്കളി കഴിച്ചാ? തക്കളിയായി ആദ്യം ക്ലീറ്റോ കഴിക്കി. ഈ പെങ്കൊച്ചത് എവിടെ പോയി? അവള് വന്നോളൂ. ഒന്ന് മീനിന്റെ മണം അല്ലെങ്കിൽ സോപ്പിന്റെ മണം. സോപ്പ് അങ്ങ് കഴുകിയിട്ടുണ്ട്. എന്താണ് ഇഡലി? ആ ഇഡലി. ചോറ് കഴിക്കേണ്ട സമയത്ത് ചോറ് കഴിക്കണം. ചോറ് നിങ്ങളുടെ ഗസ്റ്റ് തിന്ന്. ചോറ് മുഴുവൻ നിങ്ങളുടെ ഗസ്റ്റ് ഇന്നലെ കൊണ്ടുവന്നില്ലേ? ആ പൂച്ച ആ കലത്തിൽ തലയിട്ടെന്ന്. ചോറും കലത്തില് പാത്രം അടച്ചു വെക്കണം. ആണോ? പാത്രം അടച്ചു വെക്കാൻ എന്റെ വന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞ ആ പൂച്ചേനെ കൊണ്ട് കളയി ക്ലീറ്റോ എന്ന് കേട്ടില്ല. തിന്നാ മതി. അതും അധികം തിന്നരുത്. 3 ഇഡലി അല്ലാതെ നിങ്ങൾ തിന്നരുത്. രാവിലെ ഉണ്ടാക്കിയതിന്റെ ബാക്കി അത് തിന്നാ മതി. നിങ്ങൾ മരിച്ചു പോകില്ല. അത് തിന്നാ മതി. പൂച്ച എന്തുകൊണ്ടാണ് അതിന് തലയിട്ടെന്ന് അറിയാമോ? അതിന് സമയത്ത് ഇച്ചിരി ചോറ് വരെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് ഇറങ്ങൂലായിരുന്നു. ആണോ? അപ്പൊ കുറച്ചു മുമ്പല്ലേ ഞാൻ ചോറ് കുഴച്ച് വെച്ച് കൊടുത്തത്? ആ ചോറ് അതിൽ തികച്ചിട്ടുണ്ടാവില്ല. അതിന്റെ വയറ് വീർത്തിട്ടുണ്ടാവില്ല. ചുമ്മാ അല്ല, വിശപ്പ് മാറിയിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അതിനകത്ത് ഇറങ്ങും. നിന്റെ കൊച്ചിനാണെങ്കിൽ നീ വയറ് നിറയെ കൊടുക്കുമല്ലോ. അപ്പൊ അതിനെ നോക്കണം. അപ്പൊ അത് ഇങ്ങനെയുള്ള കുഴപ്പം കാണിക്കും. എനിക്ക് പെട്ടലി എന്ന് പറഞ്ഞൊന്നും സംഭവിക്കാനൊന്നും പോണില്ല. എന്നാലും കൊണ്ട് കളയരുത്. ഓരോരോ ദിവസം ഓരോ വിധി ഉണ്ടേ. അല്ലെങ്കിൽ ഇപ്പൊ എനിക്കിപ്പോ ഇങ്ങനെ ഒരു ഊണ് കഴിക്കാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ ചേച്ചി ഞാൻ എന്ത് ഇല്ലാത്തതുകൊണ്ട് എന്താ ചെയ്യാച്ചിട്ടിരുന്നിട്ടാണ് ഈ പഴഞ്ചോറ് എടുത്ത് വെച്ചിട്ട് കുറച്ച് തൈരും മേടിച്ചിട്ട് ഒരു ഉണക്കമുളക് പൊട്ടിച്ച് തിന്നാച്ചിട്ടിരിക്കുമ്പോൾ എന്റെ വിളി. ഇത് ഒതുങ്ങിയ വിലക്ക് ഒരു നെയ്മിഞ്ചൊരു കുട്ടിയാണ്. അപ്പൊ ഞാൻ തന്നെ ഒരു ചെറിയ ഇന്നാണ് കനകന്റെ കൈപ്പുണ്യം എന്താണെന്ന് അമ്മ അറിയാൻ പോണത്. മനസ്സിലായില്ലേ? കൊടംപുളിട്ടിട്ടാണോ വെച്ചേക്കണേ? കടമ്പുളിയൊക്കെ കണ്ടോ? ഇപ്പൊ ഇതെന്താ പൂട്ടാതെ പോയി? അവളപ്പുറത്തില്ലേ? അവൾക്ക് വല്ല മുളകോ മല്ലിയൊക്കെ ഒന്ന് മോട്ടിക്കണമെങ്കിൽ ഞാൻ അത് പൂട്ടിട്ട് അവൾക്ക് പണമൂല്ലേ? മറ്റേതുണ്ടാ? ഏത് സാധനം മേടിച്ചില്ല? നല്ല ആള് ജോലിക്ക് വേണ്ട ഉച്ചയ്ക്ക്. ഏടാ ഈ നെയ്മീൻ ചൂരൊക്കെ മറ്റേ കുടംപുളി ഇട്ട് വറ്റിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇത് എന്നും കഴിക്കണ്ടേ? വേണം. എന്നും വരുമാനം വേണ്ടേ? ജോലിക്ക് വേലേ പറ്റുള്ളൂ. വെള്ളം അടിച്ചിട്ട് അവിടെ ചെന്നിട്ട് ലൈനിന്റെ മേളിൽ കയറി അവള് കാറ്റായി പോണോ? ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് സാധനം അതൊക്കെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇതിലും ടേസ്റ്റ് ആയിട്ട് ഇനി അമ്മവൻ കഴിക്കില്ല. ഇതുവരെ കഴിച്ചതെന്നല്ല, ഇനി കഴിക്കാൻ പോകും. നീ വാ, വിശന്നിട്ട് കണ്ണ് കാണാല്ലേ അവിടെ. ഇവിടെ പൂച്ച വന്ന് നെയ്മീൻ ചൂര 250 മേടിച്ച് നെയ്മീൻ ചൂര നടക്കുന്നത്. ഏതാ ഈ പൂച്ച? അതാ പന്നിയുടെ പൂച്ചയാ. പന്നിയുടെ പൂച്ച? ക്ലീറ്റോടെ പൂച്ചയാ. ഇന്നലെ എലിയെ കൊല്ലാൻ വേണ്ടി കൊന്നതാ. പക്ഷെ എന്തൊരു കഷ്ടം നോക്കിയൊക്കെ. ഇനിയിപ്പോ എടുക്കാൻ പറ്റില്ലേ? പിന്നെ പൂച്ച തലയിട്ടത് എടുക്കല്ലേ? പിന്നെ നന്നായിട്ട് അടച്ചു വെച്ചിരുന്നത്. അത് ഇങ്ങനെ അടച്ചു വെച്ചിരുന്ന സാധനമായിരുന്നു. ഇതെടുത്ത് അവന്റെ മണ്ടലെടുത്ത് കൊടുക്കണത്. തങ്കം 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 ഇറങ്ങി വന്നേ. എന്താ ഉദ്ദേശം? നിന്റെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ നിന്റെ വീട്ടിൽ ചെയ്താൽ മതി. എന്റെ വീട്ടിൽ കൊണ്ടുവരണ്ട. എനിക്കറിഞ്ഞൂടാ. വല്ല പറയണേ, നേരെ കാര്യം പറയണേ. 250 രൂപ കൊടുത്ത് ഞാൻ മേടിച്ച് നെയ്മീൻ ചൂര നല്ല വൃത്തിയായി കറി വെച്ചിട്ട് പോയതാ. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി അമ്മാവനെ വിളിച്ചോണ്ട് വന്നു. കാണാനില്ല. എവന്റെ പൂച്ച തന്നിട്ട് പോയി. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു വേറെ എന്തോ ഭയങ്കര സംഭവം. എന്താ കുഴപ്പമില്ലേ? അപ്പൊ അയ്യോ, പൂച്ചയാകുമ്പോ മീൻ തിന്നും. അത് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമല്ലേ മീന്. അതിപ്പോ അത് വലിയ കാര്യമായിട്ട് എടുക്കല്ലേ. ഒരു ജീവിയല്ലേ, തിന്നോണ്ട് പോട്ടറായി. അല്ലെ അപ്പൊ ഞങ്ങൾ എന്ത് കഴിക്കും? എന്റെ ദേമി ഇവിടത്തെ അവസ്ഥയോ? ഉച്ചക്ക് ഞാൻ ചോറില്ല. ഞാൻ അടുക്കളയിട്ട് കഴിയുമ്പോഴത്തേനും ആ പൂച്ച ചോറും കലത്തിൽ തലയിട്ടോണ്ടിരിക്കണം. പിന്നെ അത് തിന്നാൻ പറ്റുമോ? അപ്പൊ അവിടെ ചോറും ഇല്ല, ഇവിടെ കറിയില്ല, ഞാൻ പട്ടിണി. നമ്മള് പട്ടിണിയല്ലേ? അതെ, അവിടെ ചോറുണ്ടല്ലോ, ഇവിടെ കറി ഇരിപ്പുണ്ടല്ലോ. രണ്ടും കൂടെ ചേർത്ത് ഒരുമിച്ചിരുന്ന കൊണ്ട് തിന്നണം. അത്രേ ഉള്ളൂ. അല്ലെ ഈ മുടന്ന ന്യായം പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടേ, ഞാൻ ചോദിച്ചോട്ടെ, പൂച്ചക്കറിയാമോ? ഇതിപ്പോ നിങ്ങൾ വെച്ചാണോ ആര് വെച്ചാണോ? ഇത് വെക്കുമ്പോ നമ്മൾ എന്താണ് അതിനെ വൃത്തിയായിട്ട് അടച്ചു വെക്കണം. ചോറായാലും കറിയായാലും. ഞാൻ മര്യാദക്ക് വൃത്തിയായിട്ട് അടച്ചിട്ടാ പോയത്. എങ്കിൽ പിന്നെ പൂച്ച ഒന്ന് എടുക്കുമോ? ഇല്ലല്ലോ. എടാ, ഈ പൂച്ചേനൊക്കെ എന്തിനാ നീ വളർത്തണത്? പൂച്ചനെ വളർത്തുന്നത് അമ്മാവൻ അറിഞ്ഞൂടെ? ഇവിടെ എലിയുടെ ശല്യമുണ്ട്. ഓ പിന്നെ
എലിപ്പനി വന്നാണ്ടല്ലോ എല്ലാം ആശുപത്രി രൂപ കുറെ ചെലവാകും. എടാ എലിപ്പനി വരാതിരിക്കാനുള്ള ഗുളിയാണ് ഞാൻ കൊണ്ടു കൊടുത്തത്. അയ്യോ അത് അതിനും വലിയ വിഷമാണ് ഇപ്പൊ കഴിച്ചേക്കണത്. അതിൽ നിന്ന് എലിപ്പനി പറഞ്ഞാണ് നല്ലത്. എടാ അതിലും വലിയ ദോഷമാണ് പൂച്ചയെ കൊണ്ടെന്ന്. അതിന്റെ മൂക്കുന്നൊരു ദ്രാവകം ഇങ്ങനെ വരും, വിഷാണത്. അതൊക്കെ ചോറിൽ പോയിട്ട് തലട്ട എങ്ങനെ തിന്നത്? എലിയുടെ മൂത്രം ഉണ്ടല്ലോ, അതെങ്ങാനും കാലിലായി കഴിഞ്ഞുണ്ടല്ലോ നേരെ അങ്ങ് കയറും ശരീരത്തിൽ. എലി പെരക്കകത്ത് മുഴുവൻ മുള്ളിട്ടുണ്ട്. ഇല്ലടി, എലി മൂത്രം ഒഴിക്കുമ്പോ നിന്നെ വിളിച്ച് പറയാം ഞാൻ മൂത്രം ഒഴിക്കാൻ പോയാണ്. ഈ പൂച്ചയുടെ രോമമില്ലേ, അത് ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിലുണ്ടായിരുന്നു. ഈ കുട്ടികളൊക്കെ എടുത്ത് ലാളിച്ചാൽ അവർക്ക് ആസ്മ വരാൻ സാധ്യതയുണ്ട്. മൂക്കി കയറി പോയിട്ട്. ആ പെങ്കൊച്ചിന്റെ മടിയിൽ സർവ്വനേരം അനുഭവിച്ചോട്. എടാ അത് മാത്രല്ലടാ, അതിന്റെ നഖം കൊണ്ട് അത് കടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ മേലൊക്കെ കായ പോലെ തൂങ്ങും. അതെ, ചുമ്മാ ഇരിക്കണ ഒരു പൂച്ചയെ നമ്മൾ ചൊറിയാൻ പോകുമ്പോഴേ അത് തിരിച്ചു ചൊറിയും. നീ എന്തെങ്കിലും തുമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടാവും അതിനടുത്ത്. നീ പിന്നെ അടാ ഇത് തന്നെ നിന്റെ സ്വഭാവം. ഇത് തന്നെടാ, ഇത് തന്നെ പൂച്ചയ്ക്ക് ഇഷ്ടപ്പെടാത്തത്. നീ കറി വെച്ച് വെച്ചേക്കുന്ന മീനൊക്കെ എടുത്ത് കളയാവോ? എന്തെന്നാ ക്ലീറ്റ് പറയണ? പൂച്ചനെ കൊണ്ട് കളഞ്ഞേ നിങ്ങള്. ഓ അതിനെ കളയാനൊന്നും പോണില്ല. അതിന് ഇവിടെ ഇരിക്കുന്ന ചോറും ആ കറി എല്ലാം കൂടെ വെച്ചു കൊടുക്കും. നിങ്ങൾ ആ പൂച്ചനെ കളയുന്നുണ്ടോ? ഉറങ്ങാൻ സമ്മതിക്കൂലടാ രാത്രി. ആ പുതപ്പിന്റെ ഇടയിലൊക്കെ വന്ന് കേറി കാലേല് മാന്തി കയ്യേല് മാന്തി. അതെ ക്ലീറ്റസേ, അതിനെ കൊണ്ട കളയും. ഞാൻ എങ്ങാനും ഇവിടെ കിടക്കുമ്പോ അത് എന്റെ അടുത്ത് വന്ന് കിടന്നാൽ എനിക്ക് ഞാനൊരു കാര്യം പറയാം. ആ മിണ്ടാപ്രാണിയെ കൊണ്ട് കളയുമ്പോ നിങ്ങളൊക്കെ വിഷമം തീരുമെങ്കിൽ ഞാൻ കൊണ്ട് കളയാം. എലിപ്പനി വന്നിട്ട് എല്ലാ ആശുപത്രിയിലാകുമ്പോ ഞാൻ ചോദിക്കും കേട്ടാ. എന്ത് ചെയ്യാനാ ഞാൻ പറ. അതെ ഞാൻ ചോറ് തരാം, ഞാൻ കറി തരാം. ആ ചോറ് എടുത്തുണ്ട് വാ. വീട്ടിൽ ചോറ് ഇരിപ്പില്ലേ? ആ ചോറിന്റെയും മോടി ഇങ്ങനെ തുറന്നിരിക്കായിരുന്നു. ഇനി അതിന്റെ ഉള്ളിൽ തലട്ടുമെന്ന് അറിയില്ല. അതെ ഞാൻ Alien versus Alien.